ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും പഴയ സ്റ്റോറീസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു പുതിയ സ്റ്റോറിയാണ്. കോളേജിൽ പഠിക്കുന്ന കിരൺ എന്ന യുവാവിന്റെ ഒരു കഥയാണ് കേട്ടോ. ഇതിൽ നമ്മുടെ മെയിൻ കഥാപാത്രം സ്മിത എന്നൊരു ലേഡിയാണ് കേട്ടോ. ആൾക്കിപ്പം 10-35 വയസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്ന ചില കഥകളും സന്ദർഭങ്ങളും ആണ് ഈ ഒരു കഥയുടെ സാമീപ്യം. അപ്പോൾ ഇനി ഞാൻ കൂടുതലൊന്നും വിഷമിപ്പിക്കുന്നില്ല, ഞാൻ കഥയിലേക്ക് പോവുകയാണ്. ഞാൻ കഥ പറയുന്നത് കിരണിന്റെ ശബ്ദത്തിൽ തന്നെയാണ് കേട്ടോ. എൻ്റെ പേര് കിരൺ. എനിക്കിപ്പോൾ 23 വയസ്സുണ്ട്. എൻ്റെ അയൽവക്കത്തെ വീട്ടിലെ ചേച്ചിയായിരുന്നു സ്മിത ചേച്ചി. ചേച്ചി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ +2 പഠിക്കുന്ന സമയത്തായിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനുമായിട്ട് ഒരു പാതിരാത്രിക്ക് ഒളിച്ചോടി വന്ന ഒരാളായിരുന്നു സ്മിത ചേച്ചി. അവർ രണ്ടുപേരും ഒളിച്ചോടി വന്നത് കൊണ്ട് തന്നെ അവർ അന്നത്തെ ദിവസം അവരുടെ വീട്ടിൽ കയറ്റിയില്ല. പകരം അന്നത്തെ ദിവസം എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു അവർ നിന്നിരുന്നത്. ശരിക്കും ആ ഒരു ദിവസം മുതലായിരുന്നു ഞാൻ സ്മിത ചേച്ചിയെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. മറ്റുള്ളവരെല്ലാം സ്മിത ചേച്ചിയെ കുറ്റപ്പെടുത്തുമ്പോഴും കളിയാക്കുമ്പോഴും ആ ഒളിച്ചോടി വന്നതിനെ പറ്റി പരിഹസിച്ച് പറയുമ്പോഴും ഞാൻ എപ്പോഴും സ്മിത ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ചേച്ചിയെ കാണാൻ ഒരുപാട് സുന്ദരിയാണ്. അത്യാവശ്യം നല്ല മുടിയും പിന്നെ അതിനൊത്ത നീളവും പിന്നെ ചുവന്ന് തുളുന്ന ആ കവളുകളും ആപ്പിളിന്റെ കളറുള്ള ആ ഒരു ചുണ്ടുകളും എല്ലാം കണ്ട സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ചേച്ചി അടിപൊളി തന്നെയായിരുന്നു എന്ന്. ചേച്ചി അന്ന് സൂപ്പർ മാർക്കറ്റിൽ മാത്രം ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരിയായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു കേട്ടോ തൊട്ടയൽവക്കത്തെ വീട്ടിലെ ചേട്ടൻ അവിടേക്ക് പോയി അവരെ സൈറ്റ് അടിച്ച് എങ്ങനെയൊക്കെയോ കറക്കിയെടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ ദിവസങ്ങളെല്ലാം കടന്നുപോയി. പിന്നെ കുറേ വർഷങ്ങൾ കടന്നു. അപ്പോഴെല്ലാം ഞാൻ ചേച്ചിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത്രയും കാലവും തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാരായിരുന്നിട്ടും ശരി, ഞങ്ങൾ തമ്മിൽ ഇതുവരെയും അധികമൊന്നും സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദിവസം രാത്രിയിലായിരുന്നു അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് ജോലി കിട്ടി വേറെ സ്ഥലത്തേക്ക് മാറ്റം മാറുന്നത്. ആ ഒരു സമയത്ത് സ്മിത ചേച്ചിയും കുട്ടികളും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ സ്മിത ചേച്ചിയുടെ അമ്മായിയമ്മയും. അങ്ങനെ 3 പേരടങ്ങുന്ന ഒരു ചെറിയൊരു കുടുംബം മാത്രമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ തന്നെയാണ് എല്ലാ കാര്യത്തിനും വിളിക്കാറ്. അങ്ങനെ ചില കാര്യങ്ങൾക്ക് എപ്പോഴും എന്നെ തന്നെ വിളിക്കും. അത് അവർക്കൊരാശ്രയം തന്നെയായിരുന്നു. അതെനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം രാവിലെ ആയിരുന്നു, നല്ല മഴയുള്ളൊരു സമയം. എൻ്റെ വീടും പരിസരമെല്ലാം പെട്ടെന്ന് തന്നെ വെള്ളം കെട്ടി അങ്ങനെ നിറയുന്നൊരു സ്ഥലം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല വെള്ളക്കെട്ടും കാര്യങ്ങളുമെല്ലാമായി. അതും സ്മിത ചേച്ചിയുടെ വീട്ടിൽ ആ വെള്ളം വെട്ടിവിടാൻ വേറെ ആരുമില്ല. അങ്ങനെ ആയ സമയത്തായിരുന്നു അവരെന്നെ വിളിക്കുന്നത്. അവരുടെ വീട് മുഴുവൻ വെള്ളം നിറഞ്ഞ് മുങ്ങിക്കിടക്കുകയായിരുന്നു. വെള്ളം വെട്ടിക്കിടാൻ പോലും ആരും തന്നെ ഇല്ല. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും മമ്മട്ടിയും കാര്യങ്ങളും എല്ലാം എടുത്ത് അവിടേക്ക് ചെന്നു. അവിടെ ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് തന്നെ സ്മിത ചേച്ചിയും അമ്മായിമ്മയും കുട്ടികളും എല്ലാവരും ആ ഒരു വീടിൻ്റെ പരിസരത്ത് തന്നെ കയറി നിൽക്കുകയാണ്. വെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ വീടിനകത്തേക്കും ചെറിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇനിയും കയറി കഴിഞ്ഞാൽ അകത്തേക്ക് കയറും എന്നതിൽ സംശയമൊന്നുമില്ല. ഞാൻ എൻ്റെ ദൗത്യം ആദ്യമായിട്ട് നിർവഹിച്ചു. ഉമ്മറത്ത് തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളമെല്ലാം ആദ്യം തന്നെ വെട്ടി ആ ഓടയിലേക്ക് കയറുന്ന രീതിയിൽ വെട്ടിവിട്ടു. അതായി കഴിഞ്ഞപ്പോൾ പിന്നെ ഏകദേശം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് പടിഞ്ഞാറ് വശമാണ്. ആ ഒരു സ്ഥലത്ത് വെള്ളം വെട്ടിവിട്ട് കഴിഞ്ഞാൽ തന്നെ പകുതിയും കഴിയും. അത് എനിക്ക് തന്നെ അറിയാമായിരുന്നു. ഞാൻ നേരെ അവിടേക്ക് ചെന്ന് പകുതി വെള്ളവും വെട്ടിവിട്ടു. എല്ലാം ഒന്ന് പോയി കഴിഞ്ഞ സമയത്ത് അവർക്കും ഒരാശ്വാസമായി. ഞാൻ അവിടേക്ക് വന്നത് സ്മിത ചേച്ചിയും പെട്ടെന്ന് ശ്രദ്ധിച്ചു. ആ സമയത്ത് തന്നെ സ്മിത ചേച്ചിയും അമ്മായിയമ്മയും എന്നെ അവിടേക്ക് വിളിച്ചു. കിരണേ, മോനെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് അമ്മായിയമ്മ ആ സമയത്ത് വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവിടേക്ക് ചെന്നു. ആ സമയം സ്മിത ചേച്ചിയുടെ എന്തെങ്കിലുമൊക്കെ കാര്യം പറയാലോ എന്നും കൂടെ ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ മഴ ഉറച്ച് പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അകത്തേക്ക് കയറി. സ്മിത ചേച്ചിയുടെ അമ്മായിയമ്മ നേരെ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുകയാണ്. സ്മിത ചേച്ചിയും ഞാനുമായിട്ട് അകത്തേക്ക് കയറി. ആ സമയത്ത് സ്മിത ചേച്ചി എന്നോട് ചോദിച്ചു, ഇപ്പം എന്താ ഭക്ഷണം എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളും ഇരിപ്പുണ്ട്, അതെടുക്കണോ അതോ ചോറ് കഴിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അവരെന്നെ വിടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കിരൺ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് സ്മിത ചേച്ചി പറയുന്നുണ്ടായിരുന്നു.
അത് പറയുന്ന സമയത്ത് സ്മിത ചേച്ചിയുടെ ആ ഒരു സൗമ്യമായിട്ടുള്ള ഭാഷയും പിന്നെ ആ ഒരു ലാംഗ്വേജ്, ആ ഒരു ഫ്ലുവൻ്റായിട്ട് രീതി സംസാരിക്കുന്നതും പിന്നെ ആ പേഴ്സണാലിറ്റിയും എല്ലാം ഞാൻ ശ്രദ്ധിച്ചു. അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമായിരുന്നു സ്മിത ചേച്ചി ഇട്ടിരുന്ന ആ ഒരു ചുരിദാർ. ആ ഒരു ചുരിദാറിൻ്റെ കളറ് ഏകദേശം മഞ്ഞ നിറമായിരുന്നു. അന്ന് ആ ഒരു സമയത്തും സ്മിത ചേച്ചി ആദ്യമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്തും അന്ന് ഇട്ടിരുന്ന ചുരിദാറും മഞ്ഞ നിറം തന്നെയായിരുന്നു. മഞ്ഞ നിറത്തിലുള്ള ചുരിദാറാണെങ്കിൽ സ്മിത ചേച്ചിക്ക് നല്ല കളറുണ്ടായത് കൊണ്ട് തന്നെ അതിന് നല്ല അട്രാക്റ്റീവായിരുന്നു എനിക്ക് തന്നെ നേരത്തെ അറിയായിരുന്നു. പെട്ടെന്ന് അത് എടുത്തു പറയണം എന്നെനിക്ക് തോന്നിയെങ്കിലും ആ സമയം എനിക്കങ്ങനെ പറയാൻ തോന്നിയില്ല. ഞാൻ ഇന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ വിചാരിച്ചു. സ്മിത ചേച്ചി നടന്നു പോകുന്ന സമയത്ത് തന്നെ ഒരു വല്ലാത്ത സ്മെല്ലടിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ കാച്ചിയ എണ്ണയുടെയും പിന്നെ എന്തെങ്കിലും പെർഫ്യൂമിൻ്റെയും മണമായിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ആ സമയത്ത് സ്മിത ചേച്ചി നേരെ അടുക്കളയിലേക്കാണ് പോയത്. ഞാനും കൂടെ അവിടേക്ക് ചെന്നു. ആ സമയത്ത് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു, അയ്യോ ഒന്നും ഇപ്പം എടുക്കണ്ട, എനിക്കിപ്പം തീരെ വിശപ്പും കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ ഞാൻ പറയുമ്പോഴും സ്മിത ചേച്ചി ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ ഞാനും സ്മിത ചേച്ചിയും കൂടെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് കറണ്ട് പോയത്. പെട്ടെന്ന് കറണ്ട് പോയ സമയത്ത് തന്നെ നന്നായിട്ട് ഇരുട്ടടച്ച് തന്നെ കിടക്കായിരുന്നു. ആകാശത്തിൻ്റെ അന്തരീക്ഷം പെട്ടെന്ന് മാറുമല്ലോ, അതുകൊണ്ട് തന്നെ നല്ല മഴയും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ മഴ ഞാനൊന്ന് നോക്കിയിട്ട് സ്മിത ചേച്ചിയോട് ഞാൻ പറഞ്ഞു, നല്ല മഴയല്ലേ ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചി പുറത്തേക്ക് വന്ന് നോക്കിയിട്ട് പറഞ്ഞു, നല്ല മഴയുണ്ട്, ഏകദേശം നന്നായിട്ട് തന്നെ പെയ്യും എന്ന് തോന്നുന്നുണ്ട്. കാർമേഘങ്ങൾ ഇരുണ്ടു മൂടി കിടക്കല്ലേ, പിന്നെ തവളകളുടെ കരച്ചിലും കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതലും മഴ പെയ്യുമെന്ന് തോന്നുന്നു. തൊട്ടടുത്ത് ചെറിയ ചെറിയ പാടമായത് കൊണ്ട് തന്നെ നല്ല ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കാം. അങ്ങനെയാണ് ആ ഒരു അന്തരീക്ഷ പ്രകൃതിയും കാര്യങ്ങളൊക്കെ. അതുവരെയും മഴയത്ത് നിന്നുകൊണ്ട് വെള്ളം വെട്ടിവിട്ടതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് കുളിരും കാര്യങ്ങളും അനുഭവപ്പെടുന്നുണ്ട്. തല നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു സമയത്ത് എനിക്ക് നന്നായിട്ട് കുളിരുന്ന് കണ്ടപ്പോൾ സ്മിത ചേച്ചി പെട്ടെന്ന് ചോദിച്ചു, എന്ത് പറ്റി കിരൺ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ചെറുതായിട്ടൊന്ന് തണുക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്മിത ചേച്ചി എൻ്റെ തലയിലേക്ക് നോക്കി, അയ്യോ തല നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ തോർത്തെടുത്തിട്ട് വരാം, എന്തിനെങ്കിലും മഴയത്ത് കിടന്ന് നനയാൻ തോന്നിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്മിത ചേച്ചി തോർത്തെടുത്തുകൊണ്ട് വന്നു. ഇന്നാ ഇത് വെച്ച് തോർത്തിക്കോ എന്ന് പറഞ്ഞ് സ്മിത ചേച്ചി ആ ഒരു ടവലും കാര്യങ്ങളും എൻ്റെ കയ്യിലേക്ക് തന്നു. ഞാൻ അതിട്ട് എന്തൊക്കെയോ തുടച്ച് മാറ്റുമ്പോൾ എൻ്റെ മുഖത്തും പിന്നെ തലയിലും എല്ലാം വെള്ളം ഇറ്റിട്ട് വീഴുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് സ്മിത ചേച്ചി ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. നീ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ച് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആ ഒരു തുണിയും കാര്യങ്ങളും വാങ്ങിച്ചിട്ട് എൻ്റെ തല പെട്ടെന്ന് ഒന്ന് തോർത്ത് തന്നു. ആ സമയത്ത് എനിക്ക് എന്താണെന്നറിയാതെ ഞാൻ ചിരിച്ചു. പെട്ടെന്ന് സ്മിത ചേച്ചി എന്നോട് തന്നെ ഒരു കുറ്റപ്പെടുത്തൽ എന്ന പോലെ ചോദിച്ചു, നീ തലയൊന്നും തോർത്തത്തില്ല എൻ്റെ കുട്ടാ, ഇങ്ങനെ മഴ നനഞ്ഞ് പനി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കിടക്കാൻ പറ്റത്തേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ സ്മിത ചേച്ചീനെ ഉപദേശിക്കുന്ന സമയത്ത് എനിക്ക് നല്ല കെയറിങ്ങും കാര്യങ്ങളും എല്ലാം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് സ്മിത ചേച്ചി എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അവിടേക്ക് കയറിയിരുന്നേ കുട്ടാ, ഇപ്പോഴാണ് നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ ഇപ്പോഴും കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, സമയം ഒരുപാട് ഇരുട്ടി വരികയല്ലേ എന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് അപ്പവും പിന്നെ കടലക്കറിയും എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചു. ഞാൻ പറഞ്ഞു, ഇത്രയൊന്നും വേണ്ട, എനിക്ക് കുറച്ച് മതി എന്ന് പറയുന്ന സമയത്ത് സ്മിത ചേച്ചി എന്നെ എനിക്ക് തന്നെ കൂടുതൽ കറിയും പിന്നെ അപ്പവും കാര്യങ്ങളെല്ലാം കോരി വെച്ച് തന്നു. അതും കഴിച്ച് ഞാനങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് സ്മിത ചേച്ചി ഒരു കസേര എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് ഇരുന്നു. ആ സമയത്ത് എനിക്ക് പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ചേച്ചിയെടുത്ത് ഇത്രയധികം സംസാരിക്കുന്നതും പിന്നെ അടുത്തിരിക്കുന്നതും എല്ലാം. പലപ്പോഴുമെല്ലാം കാണുന്ന സമയത്ത് ഒരു ഹായ് ബൈ എന്നുള്ള ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് കാണുമ്പോൾ ഒന്ന് ചിരിക്കും, അല്ലാതെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ അടുത്തിട്ടില്ല, അടുത്ത് സംസാരിച്ചിട്ടില്ല. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ തമ്മിലുള്ള പരിചയം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സ്മിത ചേച്ചി എന്നോട് ചോദിച്ചു, നിനക്ക് കട്ടനോ കാര്യങ്ങളോ എന്തെങ്കിലും വേണോ? ഇതിൻ്റെ കൂടെ കട്ടനും കൂടെ കുടിച്ചാൽ നല്ല ഭംഗിയായിരിക്കില്ലേ, അത്യാവശ്യം ടേസ്റ്റ് ആയിരിക്കടാ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി ഇത് തന്നെ മതി, ധാരാളം, ചേച്ചി ചൂടുവെള്ളം തന്നെ കിട്ടിയാൽ അത് തന്നെ. ആ സമയത്ത് സ്മിത ചേച്ചി അടുത്തിരുന്ന ആ ഒരു ഫ്ലാസ്കിനകത്തിരുന്ന ചൂടുവെള്ളം എടുത്ത് എനിക്ക് ഒഴിച്ചു തന്നു. ഞാനതിങ്ങനെ കുടിച്ചു. പെട്ടെന്ന് സ്മിത ചേച്ചി എന്നോട് ചോദിച്ചു, മതിയോ നിനക്ക്, വയറ് നിറഞ്ഞോ
എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആ ചേച്ചി നന്നായിട്ട് വയറ് നിറഞ്ഞു, ഇത് തന്നെ ധാരാളം എന്ന് പറയുമ്പോൾ സ്മിത ചേച്ചിക്കും ഒരുപാട് സന്തോഷമായി. അപ്പോഴും സ്മിത ചേച്ചിയുടെ അമ്മായിയമ്മ പുറത്ത് ആ കസേര ഇട്ടിരിക്കുകയായിരുന്നു. കുട്ടികളാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വള്ളം പോലെ എന്തൊക്കെയോ ഉണ്ടാക്കി അങ്ങനെ ഒഴുക്കി കളിക്കുന്നു. അതൊക്കെയായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ. ഞാൻ മുഴുവൻ കഴിച്ചു കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഒരു കാര്യം കൂടെ ഉണ്ട്, എണീക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് സ്മിത ചേച്ചി നേരെ ഫ്രിഡ്ജിലേക്ക് പോയി. അതിൽ നിന്നും ഒരു ചെറിയ ചോക്ലേറ്റ് ആയിരുന്നു അത്. അതെടുത്തുകൊണ്ടെന്ന് എനിക്ക് തന്നു. ഇന്നാ ഇത് നീ കഴിച്ചോ, കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചതാ, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അതുങ്ങളൊന്നും കഴിക്കത്തില്ല, അപ്പോൾ നീ തന്നെ കഴിച്ചോ എന്ന് പറഞ്ഞ് എനിക്കെടുത്ത് തന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ആയിരുന്നു അത്. എനിക്ക് നന്നായിട്ട് വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചോക്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്മിത ചേച്ചിയുടെ കയ്യിൽ നിന്നും അത് ഞാൻ ഇഷ്ടത്തോടെ തന്നെ വാങ്ങിച്ചു. അങ്ങനെ ആ ഒരു ചോക്ലേറ്റ് പൊളിച്ച് അത് കൊതിയോടെ നിന്ന എന്നെ സ്മിത ചേച്ചി ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ആ സമയത്ത് സ്മിത ചേച്ചി കൊടുക്കണം എന്നെനിക്ക് തോന്നി. അങ്ങനെ തോന്നിയ സമയത്ത് തന്നെ ഞാനൊരു ചെറിയ പീസ് ഒടിച്ച് ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് വന്നു. ആ സമയത്ത് ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ട, നീ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് നിർബന്ധിച്ച് നീട്ടി. ചേച്ചി ഇത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നീട്ടുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൊച്ചു കുട്ടിയെ പോലെ തന്നെ സ്മിത ചേച്ചി എൻ്റെ കയ്യിൽ നിന്നും പെട്ടെന്നത് കടിച്ചെടുത്തുകൊണ്ട് പോയി. ആ സമയത്ത് എനിക്ക് തന്നെ മനസ്സിലായി, ഇത്രയും പ്രായമൊക്കെ ആയിട്ടും കുറുമ്പൊന്നും സ്മിത ചേച്ചിക്ക് മാറിയിട്ടില്ല. ചില സമയത്ത് കൊച്ചു കുട്ടികളെ പോലെ അങ്ങനെ പെരുമാറുന്നത് ഞാൻ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആ മധുരമുള്ള ചോക്ലേറ്റ് സ്മിത ചേച്ചി അത് രുചിയോടെ കഴിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ആലോചിച്ചു, സ്മിത ചേച്ചി എന്ത് രുചിയായിട്ടാണ് കഴിക്കുന്നത്. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ചേച്ചി ചോക്ലേറ്റ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പം, കൊള്ളാണ്, എനിക്കിങ്ങനെ ഇതൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല, പിന്നെ നീ തന്നതുകൊണ്ട് വായിച്ച് ഞാൻ അങ്ങനെ കഴിച്ചെന്നേ ഉള്ളൂ എന്ന് സ്മിത ചേച്ചി എന്നോട് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഒരു പീസും കൂടെ ഒടിച്ചിട്ട് സ്മിത ചേച്ചിക്ക് വായിൽ വെച്ച് കൊടുത്തു. അത് കേട്ടപ്പോൾ അത് കാണുന്ന സമയത്ത് തന്നെ എനിക്കും ഒരു പുഞ്ചിരി തോന്നി. കാരണം ചേച്ചി അത് ഭംഗിയോടെ കഴിക്കുമ്പോഴും ഒരു കൊച്ചു കുട്ടിയെ പോലെ കഴിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു അനുഭവം പോലെ എനിക്കന്ന് തോന്നിയിരുന്നു. അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. പുറത്ത് നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മഴ ചെറിയ ചാറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ കുടയും കാര്യങ്ങളും ഒന്നും എടുക്കാതെ തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. പെട്ടെന്ന് സ്മൃതി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ മഴ പെയ്യാൻ തുടങ്ങിയല്ലോ, നീ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കുടയും കാര്യങ്ങളൊന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പെട്ടെന്ന് പറഞ്ഞു, ഇവിടെ കുടയുണ്ട്, പക്ഷേ ഇപ്പം നിനക്കെടുത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കിട്ടില്ലല്ലോ എന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും മഴയൊന്ന് തുള്ളി മറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകാം എന്ന് സ്മിത ചേച്ചിയോട് പറയുമ്പോൾ, കുഴപ്പമില്ല, നീ പോകുന്ന സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കിത്തരാം എന്ന് സ്മിത ചേച്ചി പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്ത് സ്മിത ചേച്ചിയുടെ അമ്മായിയമ്മയും പിന്നെ ഞാനും സ്മിത ചേച്ചിയും രണ്ടുപേരും ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂവരും സ്മിത ചേച്ചിയുടെ കുട്ടിയുടെ ആ ഒരു വള്ളംകളിയും പിന്നെ കടലാസ് കൊണ്ടുള്ള ആ ഒരു വള്ളം ഉണ്ടാക്കി വെള്ളത്തിലിടുന്ന ആ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. അത് കൊച്ചു പ്രായത്തിൽ ഞാനും സ്മിത ചേച്ചിയും എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രസത്തിൽ അങ്ങനെ ത്രില്ല് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചത്, കിരണേ, നീ ഹാർഡ്വെയറും കാര്യങ്ങളൊക്കെ പഠിച്ചതല്ലേ, നിനക്ക് ഇവിടുത്തെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറ്റുമോ എന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ ചേച്ചി, ഇവിടെ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. പെട്ടെന്ന് തന്നെ സ്മിത ചേച്ചി എന്നോട് പറഞ്ഞു, എടാ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ 4-5 ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഇവിടെ ടെക്നീഷ്യനെ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അയാളും മഴയായത് തോന്നുന്നു ഇതുവരെയും എത്തിയിട്ടില്ല, ആകെപ്പാടെ എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് ശരിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ നല്ലത് തന്നെയായിരുന്നു. അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിതെല്ലാം നോക്കാം ചേച്ചി, കറണ്ട് ഒന്ന് വന്നോട്ടെ എന്ന് ഞാൻ ചേച്ചിയെടുത്ത് പറയുമ്പോൾ ചേച്ചി എന്നെ അടുത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ നീ ഒന്ന് നോക്ക്, ഏകദേശം കറണ്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അതിൻ്റെ വേറെ എന്തോ പ്രശ്നമോ ബാറ്ററിയുടെ എന്തെങ്കിലും കണക്ഷനോ കാര്യങ്ങളോ വിട്ടുപോയതായിരിക്കും, നീ കറണ്ട് വരുന്നത് നോക്കിയിരിക്കണ്ട, നിനക്ക് പറ്റുന്ന പോലെ ഒന്ന് നോക്ക്, ഞാൻ ആ ടോർച്ചോ കാര്യങ്ങളൊക്കെയോ എന്തെങ്കിലും അടിച്ചു തരാം എന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാനും സ്മിത ചേച്ചിയും കൂടെ ആ ഒരു കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് സ്മിത ചേച്ചിയുടെ റൂമിലേക്ക് പോയി. അവിടെയാണെങ്കിൽ മുഴുവൻ ഇരുട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ചെറിയൊരു ടോർച്ചിൻ്റെ വെട്ടം അടിച്ചുകൊണ്ട് സ്മിത ചേച്ചി പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നുണ്ട്. ആ സമയം ഞാൻ സ്മിത ചേച്ചി എടുത്ത് പറഞ്ഞു, സ്മിത ചേച്ചി ഈ വെട്ടം പോരാട്ടോ, എന്തെങ്കിലും മെഴുകുതിരിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അടുത്തുകൊണ്ട് പോരെ
എന്ന് പറഞ്ഞു. ഞാൻ ആ പറയുന്ന കാര്യം കേട്ട സമയത്ത് തന്നെ സ്മിത ചേച്ചി അടുക്കളയിലേക്ക് പോയി മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. അവിടേക്ക് വന്ന സമയത്ത് തന്നെ എനിക്ക് ആ കാര്യം മനസ്സിലായി. അകത്ത് കമ്പ്യൂട്ടറിന് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ എന്തോ ഉണ്ട്. ആ സമയത്ത് സ്മിത ചേച്ചിയും ഞാനും കൂടെ ഇരുന്ന് കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി. എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ സ്മിത ചേച്ചിയും എൻ്റെ തൊട്ടരികിലായിട്ട് വന്നിരുന്നു. അതിലേക്ക് ഉറ്റു നോക്കിയായിരുന്നു സ്മിത ചേച്ചി. ഞാൻ എന്താ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ സ്മിത ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണിലേക്ക് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, ചേച്ചി എന്തായി നോക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്തായി ചെയ്യുന്നതെന്ന് ഞാൻ നോക്കാണ്. അത് എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ചെയ്യാലോ. അപ്പോൾ ഞാൻ തമാശയോടെ പറഞ്ഞു, എന്നാൽ പിന്നെ ചേച്ചിക്കും ഹാർഡ്വെയർ വല്ലതും പഠിച്ചാൽ പോരായിരുന്നോ? പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങനെ ചെയ്തെടുക്കാൻ ഒരു നാക്കായനല്ലോ. അത് പറയുമ്പോൾ സ്മിത ചേച്ചി പെട്ടെന്ന് തന്നെ പറഞ്ഞു, ആടാ അതിനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതിയായിരുന്നു. എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം ഇഷ്ടമായിരുന്നു ഈ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യണമെന്ന്. ഇവിടെയൊക്കെ കുറേ പെൺകുട്ടികളും കാര്യങ്ങളൊക്കെ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. രാത്രിയിലാണ് അവർ പോയിട്ട് വരുന്നതൊക്കെ. അതൊക്കെ കാണുമ്പോൾ എനിക്കും പോകാൻ തോന്നിയിട്ടുണ്ടാ. നമുക്കും ഒരു അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ വേണ്ടേ? എത്ര കാലമായിട്ടാണെന്നറിയോ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടതുപോലെയാണ് ഒരവസ്ഥ. അതൊക്കെ നിനക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല എന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ സ്മിത ചേച്ചിയെ ഒന്ന് നോക്കി. ചേച്ചി പറയുന്നത് എനിക്ക് കാര്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ചേച്ചി ഇപ്പം ഒറ്റയ്ക്കാണ്. ഒരു കൂട്ടോ കാര്യങ്ങളോ ഒന്നും സംസാരിക്കാൻ പോലും ആരുമില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ മുഖത്തും എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഇനി ചേച്ചി വിഷമിക്കൊന്നും വേണ്ട. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്താൽ പോരെ. എന്തായാലും നമ്മൾ അയൽക്കാരല്ലേ എന്നൊക്കെ ഞാൻ സ്മിത ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. ഞാൻ ആ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് സ്മിത ചേച്ചിക്കും ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ ആ പറയുന്നതിൽ എന്തൊക്കെയോ അർത്ഥമുണ്ടെന്ന് സ്മിത ചേച്ചി മനസ്സിലായി. പെട്ടെന്ന് തന്നെ സ്മിത ചേച്ചി എന്നോട് പറഞ്ഞു, എടാ നീ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആരടുത്തെങ്കിലും പോയി സംസാരിക്കാനോ പിന്നെ കൂടുതൽ കമ്പനി ആവാനോ എനിക്കൊരിക്കലും താല്പര്യം തോന്നിയിട്ടില്ല. മറ്റൊന്നുമല്ല, പിന്നെ ഇവിടെ എന്തെങ്കിലും അതും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശം കാര്യമല്ലടാ. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് സ്മിത ചേച്ചി എന്നോട് പറയുന്ന സമയത്ത് അപ്പം തന്നെ ഞാൻ മറുപടി പറഞ്ഞു, ചേച്ചി പറഞ്ഞ കാര്യം എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ചേച്ചി അത്യാവശ്യം കാണാൻ സുന്ദരിയായതുകൊണ്ട് തന്നെ പിന്നെ അതും ഇതുമൊക്കെ വീട്ടിൽ തന്നെ പറയാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാനത് പറയുമ്പോൾ സ്മിത ചേച്ചി ഒന്ന് പൊട്ടിച്ചിരിച്ചു. എൻ്റെ പൊന്നിച്ചക്ക, നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ അത്ര കാണാൻ സുന്ദരിയൊന്നുമല്ല, ഒരു ആവറേജ് പെൺകുട്ടി, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എന്നേക്കാൾ സുന്ദരികളായിട്ടുള്ള ഒരുപാട് പേര് നാട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ നീ അതൊന്നും കാണാത്തത് കൊണ്ട് തന്നെയായിരിക്കും എന്നോടിങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചി ആദ്യം വന്ന സമയത്ത് തന്നെ ഞാൻ ചേച്ചിയെ ശ്രദ്ധിച്ചായിരുന്നു. അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ചേച്ചിക്കുണ്ട്. പിന്നെ ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചേച്ചി അടിപൊളി തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല എന്ന് ഞാൻ പറയുമ്പോൾ ചേച്ചി വീണ്ടും പൊട്ടിച്ചിരിച്ചു. ആദ്യമായിട്ടാണ് കേട്ടോ ഒരാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. നുണയാണെങ്കിലും കേൾക്കാൻ ഒത്തിരി സുഖമുണ്ടാ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ തന്നെ തോളിൽ തട്ടി പറഞ്ഞു, എൻ്റെ ചേച്ചി ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയത്തില്ല എന്നത് പറഞ്ഞ പോലെയാണ് ചേച്ചിയുടെ അവസ്ഥയും. ഞാൻ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ ചേച്ചിക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷേ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. പിന്നെ ചേച്ചി ശരിക്കും ഒന്ന് ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആരാണ് ചേച്ചിയെ വെല്ലാനുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി തന്നെ വീണ്ടും വീണ്ടും ചിരിക്കുകയായിരുന്നു. ഞാൻ ആ പറഞ്ഞു തീരുന്ന സമയമായിരുന്നു കരണ്ട് വന്നത്. കരണ്ട് വന്ന സമയത്ത് തന്നെ ചേച്ചി പതുക്കെ ആ ഒരു അലമാരയുടെ മുന്നിലേക്ക് പോയി. അലമാരയുടെ മുന്നിൽ നിന്ന് ചേച്ചി എന്നെ സ്വയം ചോദിച്ചു, ഞാൻ എത്ര സുന്ദരിയാണോ? ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു, ചേച്ചി സുന്ദരി അല്ലെങ്കിൽ പിന്നെ ആരാണ് സുന്ദരി? ഒന്ന് നോക്കിക്കേ. പെട്ടെന്ന് ചേച്ചി ആ ഒരു മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി സ്വയം ഒന്ന് നോക്കി. ആ സമയത്ത് ചേച്ചി എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ പിന്നിലെ ഗ്ലാസ്സിന് പിന്നിൽ ചേച്ചി പിന്നിലായിട്ട് നിന്നു. ആ സമയത്ത് ഗ്ലാസ്സിൽ ചേച്ചിയുടെ മുഖവും എൻ്റെ മുഖവും ഞാനിങ്ങനെ നോക്കി നിന്നു. എൻ്റെ മുഖം അത്യാവശ്യം ഇരുണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ ചേച്ചിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല കളറിൻ്റെ കുറവുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഞാൻ അതിലിങ്ങനെ നോക്കി നിന്നു. ചേച്ചി എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാനും കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കി നിന്നു. എന്താ നിൻ്റെ മുഖത്തൊരു വാട്ടം പോലെ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ കളർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊട്ടും കളറും കാര്യങ്ങളൊന്നുമില്ല. ചേച്ചി എന്നെ നോക്കിയേ, ചേച്ചിക്ക് എന്താ കളറുള്ളത്? എനിക്ക് ആ ഒരു കളറേ ഇല്ല എന്ന് പറയുന്ന സമയത്ത് ചേച്ചി എന്നെ പറഞ്ഞു, എൻ്റെ പൊന്നിച്ചക്ക, നീ അതൊന്നും കോംപ്ലക്സ് അടിച്ചങ്ങനെ നിൽക്കല്ലേ. കളറിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നീ ഒരു കാര്യം അറിയോ,
7 വർണ്ണങ്ങളാണ് നിന്റെ കളറിനുള്ളത്. കറുപ്പിന് 7 അഴകാണ് കുട്ടാ. ആ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കുന്നേ. ശരിക്കും മെജോറിറ്റി ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് ഇഷ്ടം അത്യാവശ്യം കറുത്തിട്ടുള്ള ആമ്പിള്ളേരെ തന്നെയാണ്. അത് നിനക്കറിയാത്തതുകൊണ്ടാണ്. നീ കുറച്ചുകൂടെ ലുക്കായാൽ മതി. പിന്നെ സ്കിന്നും കാര്യങ്ങളൊക്കെ കുറച്ച് ഗ്ലോയും കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ കാണാൻ അടിപൊളി തന്നെ ആയിരിക്കും. അത് ഇപ്പം നിനക്ക് മനസ്സിലാവില്ല, പതുക്കെ പതുക്കെ നിനക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ എന്ന് ചേച്ചിയോട് പറയുമ്പോൾ ഞാനത് ചേച്ചിയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. ആ സമയത്ത് വീണ്ടും കറണ്ട് പോയി. ആ ടൈമിൽ കണ്ണാടിയുടെ മുന്നിൽ ഞാനും ചേച്ചിയും മാത്രം ഇങ്ങനെ നിന്നു. ആ സമയം ചെറിയൊരു ഇടിവെട്ടി. ചേച്ചി പെട്ടെന്നൊന്ന് കിടങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് തന്നെ അത് കണ്ട സമയത്ത് ഞാനും ചിരിച്ചു. എന്താ ഇപ്പോഴും ഇടിയും മിന്നലൊക്കെ പേടിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഈ സാധനങ്ങളൊക്കെ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ എന്നോട് തന്നെ ചോദിച്ചു. ഞാൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ലല്ലോ എന്ന് ചേച്ചിയെടുത്ത് പറയുന്ന സമയത്ത് നിന്നെപ്പോലാണോ ഞാനൊരു കൊച്ചു കുട്ടിയല്ലടാ, അപ്പോൾ എനിക്ക് നല്ല പേടിയും കാര്യങ്ങളൊക്കെ തോന്നത്തില്ലേ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, പിന്നെ കൊച്ചുകുട്ടി കണ്ടാലും പറഞ്ഞാൽ മതി എന്ന് ചേച്ചിയോട് പറയുമ്പോൾ ചേച്ചി പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എടാ നമുക്ക് പുറത്തേക്ക് പോയാലോ, ഇവിടെ തന്നെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചേച്ചിയെ നോക്കി. ചേച്ചി നല്ല പേടിയുണ്ടല്ലേ എൻ്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞു. ആ സമയത്ത് ചേച്ചി എന്നെ പറഞ്ഞു, നീ ഇങ്ങനെ പറയില്ലേ ചുമ്മാ എന്നെ ഇങ്ങനെ കളിയാക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ നിന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ പറയുക, അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ കഥ കേട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായം എന്താണെങ്കിൽ ശരി കേട്ടോ.